എള്ളു പായസം ഈ വൃശ്ചിക മാസത്തില് നമുക്ക് എന്ത് ചെയ്യാം? എള്ളു പായസം കഴിപ്പിക്കാം. അപ്പൊ അർത്ഥമാണ് ശനിദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തില് വലിയ രീതിയിൽ ശനിദോഷം ബാധിക്കുന്നുണ്ട്, ശനിദോഷം നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് എള്ളു പായസം കഴിപ്പിക്കുക കേട്ടോ. എള്ളു പായസം എന്ന് പറയുമ്പോൾ എന്താണ്? എള്ളു മാത്രം ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുന്ന രീതിയുണ്ട്. ആ രീതിയിൽ സമർപ്പിക്കുക, ആ രീതിയിൽ കഴിപ്പിക്കുന്നതാണ് സവിശേഷത കൂടുതൽ എന്ന് പറയുക കേട്ടോ. ഇത് വൃശ്ചിക മാസത്തിലെ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആദ്യത്തെ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും എന്ത് ചെയ്യാം? ഈ എള്ളു പായസം കഴിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഏഴരശനി കണ്ടശനി ഒക്കെ മാറുന്നതിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ മാസത്തിൽ ഒന്നെന്ന രീതിയിലും നമുക്ക് എള്ളു പായസം കഴിപ്പിക്കാം. അങ്ങനെ കഴിപ്പിക്കുമ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച, അത് 1 or 3 ആവാം. ഇനി അതല്ല നിങ്ങൾക്ക് സാഹചര്യം, നിങ്ങൾക്ക് 1-ാം തീയതി അല്ലെങ്കിൽ ആദ്യത്തെ ശനിയാഴ്ച 3-ാമത്തെ ശനിയാഴ്ച സാധിച്ചില്ലേ മറ്റു ശനിയാഴ്ച ആയെങ്കിൽ പോലും മാസത്തിൽ ഒന്നെന്ന രീതിയിൽ കഴിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന 1/3 ഭാഗം എന്നാ കാക്കകൾക്ക് കൊടുക്കുന്നത് ശനിദോഷം പൂർണ്ണമായി തന്നെ മാറുന്ന എന്നാണ് വിശ്വാസം കേട്ടോ. ശനിദോഷം പൂർണ്ണമായി തന്നെ മാറും എന്നാണ് വിശ്വാസം.